വിരാട് കോഹ്ലിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടാഗ് തീർച്ചയായും ഈ മനുഷ്യന് മാത്രം അവകാശപ്പെട്ടതാണ്. ശ്രേയസ് അയ്യർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ IPL-ൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ശ്രേയസ് അയ്യരും പഞ്ചാബ് ടീമും. 7 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ പോലും തോൽവി അറിയാതെ പഞ്ചാബിനെ മുന്നോട്ട് നയിക്കുകയാണ് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ. 265 റൺസ് എന്ന ടോട്ടൽ ഉയർന്ന ഈ ഒരു മത്സരത്തിൽ ഡൽഹി വിജയിക്കുമെന്ന അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ചേസിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ ശ്രേയസ് അയ്യരുടെ മുഖത്തെ ആ ഒരു നിശ്ചയദാർഢ്യം കൃത്യമായും അദ്ദേഹം ഗ്രൗണ്ടിൽ പ്രാവർത്തികമാക്കിയ മത്സരമായിരുന്നു ഈ ഡൽഹിക്കെതിരെയുള്ള മത്സരം. ഒരു ഘട്ടത്തിൽ പോലും 265 എന്ന ആ ഒരു സ്കോർ മറികടക്കാൻ ഞങ്ങൾക്കാവില്ല എന്ന യാതൊരു നെഗറ്റീവ് ചിന്തയും ശ്രേയസ് അയ്യരുടെ മുഖത്തുണ്ടായിരുന്നില്ല. തുടക്കം തൊട്ട് പഞ്ചാബിന്റെ ഓപ്പണേഴ്സ് തകർത്തടിക്കുന്നു. അതിനുശേഷം ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് എത്തുകയും അതിവേഗം ഒരു ക്യാപ്റ്റന് യോജിച്ച രീതിയിൽ തന്നെ അദ്ദേഹം ആ ഒരു സ്കോറിലേക്ക് ഡൽഹിയുടെ സ്കോറിനെ മറികടക്കുകയും ചെയ്യുന്നു. ശ്രേയസ് അയ്യരെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലമായി ഇന്ത്യയുടെ T20 ടീമിൽ നിന്നും പുറത്താണ് അദ്ദേഹം. കഴിഞ്ഞ ലോകകപ്പിലടക്കം അദ്ദേഹത്തിന് അവസരം ലഭിച്ചിരുന്നില്ല. പക്ഷേ അപ്പോഴൊക്കെയും അദ്ദേഹത്തെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല എന്ന തരത്തിലുള്ള ചർച്ചകളും വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ശ്രേയസ് അയ്യർ കൃത്യമായും ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് എന്ന് നമുക്കറിയാം. 2019 അദ്ദേഹം ഡൽഹിയുടെ നായകനായ ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു. ആ സീസണിൽ ഗൗതം ഗംഭീർ ആദ്യം ക്യാപ്റ്റനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കീഴിൽ ഡൽഹി ഒരുപാട് മത്സരങ്ങൾ തോൽക്കുന്നു. പാതി വഴിയിൽ ഗൗതം ഗംഭീർ ഈ ഒരു ക്യാപ്റ്റൻസി ശ്രേയസ് അയ്യരെ ഏൽപ്പിക്കുന്നു. ആ സമയത്ത് റിക്കി പോണ്ടിംഗ് ആയിരുന്നു ഡൽഹിയുടെ കോച്ച്. ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ അന്ന് ഡൽഹി പ്ലേ ഓഫിലേക്ക് എത്തി. നീണ്ട 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയെ പ്ലേ ഓഫിലെത്തിച്ച ക്യാപ്റ്റനായിരുന്നു 2019 ശ്രേയസ് അയ്യർ. തൊട്ടടുത്ത വർഷം 2020 ആ വർഷം ഡൽഹിയെ ഫൈനലിലേക്ക് എത്തിക്കുന്നു ശ്രേയസ് അയ്യരുടെ ആ ഒരു ഡൽഹി. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഡൽഹി അന്ന് പ്ലേ ഓഫ് ഫൈനലിലേക്ക് എത്തുന്നു. അതായത് 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു അന്ന് ഡൽഹി എന്ന ടീം IPL-ന്റെ ഫൈനലിലേക്ക് എത്തിയത്. അതിനുശേഷം നമുക്കറിയാം, അദ്ദേഹത്തിന് പരിക്ക് വരുന്നു. പരിക്കിന് ശേഷം അദ്ദേഹം ആ ടീമിൽ നിന്നും മാറി നിൽക്കുന്ന ആ സമയത്ത് ഋഷഭ് പന്തിനെ ഡൽഹി നായകനാക്കുന്നു. പരിക്ക് മാറി വീണ്ടും തിരിച്ചെത്തിയെങ്കിലും ക്യാപ്റ്റൻസി ഋഷഭ് പന്തിൽ നിന്നും ശ്രേയസ് അയ്യർക്ക് നൽകുന്നില്ല ഡൽഹി മാനേജ്മെന്റ്. അതിനുശേഷം അദ്ദേഹം കൊൽക്കത്തയിലേക്ക് എത്തുന്നു. കൊൽക്കത്ത നമുക്കറിയാം, ഗൗതം ഗംഭീറിന്റെ ക്യാപ്റ്റൻസിക്ക് ശേഷം ഒരു കപ്പ് ഇല്ലാതെ നിൽക്കുന്ന ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായി അവരോധിക്കപ്പെട്ടതോടെ ആ സീസണിൽ കൊൽക്കത്തയെ കിരീടത്തിലേക്ക് നയിക്കുന്നു ശ്രേയസ് അയ്യർ എന്ന നായകൻ. അതിനുശേഷം കൊൽക്കത്തയിൽ നിന്നും അദ്ദേഹം മറ്റു ടീമിലേക്ക് മാറുന്നു. കൊൽക്കത്ത അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാത്തതാണ്. ഒരു പക്ഷേ ഈ IPL മത്സരങ്ങൾ കാണുമ്പോൾ കൊൽക്കത്ത ഏറ്റവും കൂടുതൽ ദുഃഖിതരാകുന്ന ഒരു ടീം എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ഷാറൂഖ് ഖാനും സംഘവും തന്നെയായിരിക്കും. തങ്ങൾ നഷ്ടപ്പെടുത്തിയത് ഒരു മരതക മുത്തിനെയായിരുന്നു എന്ന് തീർച്ചയായും ഷാറൂഖ് ഖാനും സംഘവും ഇപ്പോൾ ഓർക്കുന്നുണ്ടാകും. കാരണം അത്രയും മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു ശ്രേയസ് അയ്യർ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം. കൊൽക്കത്തയെ കിരീടത്തിലേക്ക് ക്യാപ്റ്റനായ ആദ്യ സീസണിൽ തന്നെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനായിരുന്നു ശ്രേയസ് അയ്യർ. അദ്ദേഹം കൊൽക്കത്തയിൽ നിന്ന് മാറി പഞ്ചാബിലേക്ക് എത്തുന്നു. കഴിഞ്ഞ സീസൺ മുതൽ അദ്ദേഹം പഞ്ചാബിനൊപ്പമാണ്. പഞ്ചാബ് നമുക്കറിയാം, വർഷങ്ങളായി IPL-ൽ കളിക്കുന്ന ടീമാണ്. എല്ലാ സമയത്തും പഞ്ചാബ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. മുമ്പ് മാർഷുള്ള സമയത്തും അതുപോലെ ഗ്ലെൻ മാക്സ്വെൽ ഉള്ള സമയത്തും വീരേന്ദ്ര സെവാഗ് ഉള്ള സമയത്തൊക്കെ മികച്ച രീതിയിൽ കപ്പടിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണർത്തിയ ടീമായിരുന്നു. പ്രീതി സിൻഡ എപ്പോഴും സപ്പോർട്ടുമായി അവർക്കൊപ്പമുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ആ സീസണുകളിലൊന്നും ഒരു കിരീടത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ സീസണിൽ കൃത്യമായും ശ്രേയസ് അയ്യരുടെ നേതൃത്വത്തിൽ ഫൈനൽ വരെ എത്തുന്നു പഞ്ചാബ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബ് ഫൈനലിലേക്ക് എത്തുന്നു. അവരെ മുന്നിൽ നിന്ന് നയിച്ചത് ഇതേ ശ്രേയസ് അയ്യരാണ്. ഈ IPL സീസണിലേക്ക് വരുമ്പോൾ 7 മത്സരങ്ങൾ ഇതിനകം അവസാനിച്ചപ്പോൾ, കഴിഞ്ഞ മത്സരമടക്കം 7 മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഒരു മത്സരത്തിൽ പോലും തോറ്റിട്ടില്ല ശ്രേയസ് അയ്യരുടെ പഞ്ചാബ്. 6 വിജയങ്ങൾ, അതിനൊപ്പം ഒരു മത്സരം മഴ കാരണം മുടങ്ങിപ്പോയ ഒരു മത്സരം. ഈ സീസണിൽ ഇതിനകം തന്നെ 6 വിജയങ്ങൾ അവർ നേടിക്കഴിഞ്ഞു. ഇനിയൊരു 2 വിജയങ്ങൾ നേടുകയാണെങ്കിൽ മത്സരങ്ങൾ 4ഓ 5ഓ ബാക്കി നിൽക്കെ തന്നെ അവർ പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിച്ച ഈ IPL-ലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി ശ്രേയസ് അയ്യർ മാറി നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം ചേസ് മാസ്റ്റർ എന്ന രീതിയിൽ തന്നെ ഈ സീസണിൽ തന്നെ 200-ലേറെ റൺസുകൾ ചേസ് ചെയ്ത ഒരുപാട് മത്സരങ്ങൾ ഇതിനകം തന്നെ പഞ്ചാബ് കളിച്ചിട്ടുണ്ട്. ആ മത്സരങ്ങളിലൊക്കെ 50 നേടിയ ചരിത്രമാണ് ശ്രേയസ് അയ്യർക്കുള്ളത്. കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, മറ്റു താരങ്ങൾ ഋഷഭ് പന്തിന് 27 കോടി രൂപ നൽകിയത് എന്തിനാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ IPL ചർച്ചകളിലുണ്ട്. കാരണം അദ്ദേഹം അതിനൊത്ത രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. സഞ്ജീവ് ഗോയങ്കയുടെ മുഖം പലപ്പോഴും
അദ്ദേഹത്തിൻ്റെ മുഖം ദുഃഖത്താൽ അല്ലെങ്കിൽ ഋഷഭ് പന്തിനോടുള്ള ദേഷ്യത്താലൊക്കെ ചുവക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല മത്സരങ്ങളിലും ലക്നൌവിനെ വിജയിപ്പിക്കാൻ ഋഷഭ് പന്തിന് കഴിഞ്ഞിട്ടില്ല. അതിനൊപ്പം ഇത്രയും കോടി രൂപ ലഭിച്ച മറ്റു പല താരങ്ങളും വിമർശിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവർ പ്രതീക്ഷക്കൊത്ത് ഉയരാതെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രം അങ്ങനെയൊരു ആരോപണമോ അല്ലെങ്കിൽ അങ്ങനെയൊരു ചർച്ചയോ ഒന്നുമില്ല. കാരണം കൊടുത്ത പൈസക്ക് മുതലാണ് ശ്രേയസ് അയ്യർ. അദ്ദേഹം ഈ IPL വരുന്നത് തന്നെ കാരണം അത്രയും ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് അദ്ദേഹം ഈ IPL എത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോ മത്സരത്തിലും ക്യാപ്റ്റൻസി എന്ന രീതിയിൽ അദ്ദേഹം ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. ഒരു നിശ്ചയദാർഢ്യം ആ മുഖത്തുണ്ട്. ഓരോ മത്സരങ്ങളിലും അദ്ദേഹം ഒരു ഭാവി ഇന്ത്യൻ നായകൻ എന്ന രീതിയിൽ തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സൂര്യകുമാർ യാദവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് വലിയൊരു ഉത്തരമായി ശ്രേയസ് അയ്യർ അവിടെ നിൽക്കുന്നുണ്ട്. ശുഭ്മാൻ ഗില്ലിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ക്യാപ്റ്റൻസി സ്കിൽ അദ്ദേഹത്തിന് ഉണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകൾ തീർച്ചയായും ഇപ്പോൾ ചുറ്റുമുണ്ട്. അപ്പോൾ ഈ IPL കഴിയുന്നതോടെ ശ്രേയസ് അയ്യർ ഇന്ത്യൻ ടീമിലേക്ക്, ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഒരു വലിയ വരവേൽപ്പ് തന്നെ അദ്ദേഹത്തിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം വലിയ വരവേൽപ്പ് എന്നതിനൊപ്പം തന്നെ സൂര്യകുമാർ യാദവിന് ശേഷം ഒരു ക്യാപ്റ്റനായിട്ട് തന്നെയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തെ ഇന്ത്യൻ ടീമിൽ ഇനി നമുക്ക് കാണാൻ സാധിക്കുക എന്ന തരത്തിലുള്ള ചർച്ചകളും അതുപോലുള്ള പഠനങ്ങളും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ, ഡൽഹി വേഴ്സസ് പഞ്ചാബ് മത്സരത്തിലേക്ക് വരുമ്പോൾ 2 ചിത്രങ്ങൾ എൻ്റെ പുറകിൽ കാണാം. ഒന്ന് ശ്രേയസ് അയ്യറാണ്. കളിയിലെ മികച്ച രീതിയിൽ തന്നെ KL രാഹുലിൻ്റെ സെഞ്ചുറിയെ നിഷ്പ്രഭമാക്കിയ ഇന്നിങ്സോടെ പഞ്ചാബിനെ വിജയത്തിലേക്ക് നയിച്ച ശ്രേയസ് അയ്യർ ഈ വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പുറത്ത് മറ്റൊരാൾ കൂടിയുണ്ട്. പ്ലീസ് ഗിവ് മീ ഡിയർ ക്രിക്കറ്റ്, പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമയത്ത് വീണ്ടും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തനിക്ക് കളിക്കണം, ഇന്ത്യൻ ടീമിനായി കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ഒരു പോസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് ഇന്ത്യൻ ടീമിലേക്ക് പിന്നീട് തിരിച്ചെത്തിയ, ഒരു കാലത്ത് ഇന്ത്യൻ ടീമിൽ 300 വീരേന്ദ്ര സെവാഗിന് ശേഷം ട്രിപ്പിൾ സെഞ്ചുറി നേടിയ മറ്റൊരു താരം കരുൺ നായർ. അദ്ദേഹം ആ സമയത്തെ ട്വീറ്റ് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്, ഡിയർ ക്രിക്കറ്റ് പ്ലീസ് ഗിവ് മീ വൺ മോർ ചാൻസ്. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ശ്രേയസ് അയ്യർ 2 ചാൻസ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്, കരുൺ നായർക്ക് കൊടുത്തിട്ടുണ്ട്, 2 ക്യാച്ചുകൾ. ആ സമയത്ത് ശ്രേയസ് അയ്യർ ഈ ക്യാച്ച് നൽകുന്ന സമയത്ത് അദ്ദേഹം 27 റൺസുള്ള സമയത്തായിരുന്നു. ആ സമയത്ത് അദ്ദേഹം 20 പന്തിൽ 26, 27 റൺസ് എന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. ഈ 2 ക്യാച്ചുകൾ നമുക്കറിയാം. ഒരു ക്യാച്ച് എന്ന് പറയുമ്പോൾ ഒരു മത്സരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് പറയപ്പെടാറുള്ളത്. കരുൺ നായർക്ക് 2 അവസരങ്ങൾ ശ്രേയസ് അയ്യർ നൽകിയിരുന്നു, 2ഉം അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്യുന്നു എന്ന തരത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ആ ടീം ജയിക്കുക എന്നത് വലിയ പ്രയാസമാണ്. ആ ഒരു പ്രയാസം തന്നെയാണ് ഡൽഹി അനുഭവിച്ചിരിക്കുന്നത്. കരുൺ നായർ ഡ്രോപ്പ് ചെയ്ത 2 ക്യാച്ചുകൾ അത് പഞ്ചാബിൻ്റെ വിജയത്തിന്, ശ്രേയസ് അയ്യരുടെ മാരകമായ ഇന്നിങ്സിന് വലിയ കുതിപ്പായി മാറുകയും ചെയ്തു. ശ്രേയസ് അയ്യരുടെ ഇന്നിങ്സ് അത് എടുത്തു പറയേണ്ടതാണ്, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം എടുത്തു പറയേണ്ടതാണ്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അവർ കപ്പിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് കരുതാൻ സാധിക്കും.